കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഭഗവാന്റെ ചാനലിൽ അതിഥി എന്ന് പറയാൻ പറ്റില്ല. കാരണം ആശ്രമത്തിൻ്റെ ആദ്യ കാലപ്രവർത്തകരിൽ ഒരാളായ, അതായത് നമ്മൾ ആശ്രമം ആദ്യമായിട്ട് ആശ്രമം ഉണ്ടാക്കി അന്ന് ട്രസ്റ്റൊന്നും ഉണ്ടായില്ല. അന്നൊരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അന്ന് നമ്മൾ ആശ്രമത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന സുകുമാരൻ നായർ സാർ, എല്ലാവർക്കും അറിയാം, കള്ളിക്കാട് സുകുമാരൻ നായർ സാറിൻ്റെ കൊച്ചുമോളാണ് ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. ശരിക്ക് ദേവിക എന്നാണ് മോളുടെ പേര്. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 5 പെൺമക്കൾ ആണ് സാറിന് ഉണ്ടായിരുന്നത്. എല്ലാവരും ആശ്രമത്തിലെ വളരെ കൊച്ചുനാൾ തൊട്ട് ആശയൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വരികയുണ്ടായി. അതുപോലെ മൂത്ത ചേച്ചി വന്നു. അപ്പോൾ ആ മൂന്നാമത്തെ ചേച്ചിയുടെ മോളാണ് ദേവിക. അപ്പോൾ ദേവികയെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ദേവിക. ഞാൻ കള്ളിക്കാട് സുകുമാരപിള്ള സാർ, എൻ്റെ അപ്പനായിരുന്നു കള്ളിക്കാട് ആശ്രമത്തിലെ ആദ്യത്തെ പ്രസിഡൻറ്റ്. സോ എൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൊച്ചുമോളാണ്, അതായത് മൂന്നാമത്തെ മകളുടെ ആദ്യത്തെ മോളാണ്. അമ്മയുടെ പേര് സുജ, അച്ഛൻ്റെ പേര് വിജയകുമാർ. ഞങ്ങളുടെ സ്ഥലം വരുന്നത് നെടുമങ്ങാടാണ്. ഇന്ന് ശരിക്കും ഭഗവാന്റെ ഈ ഒരു തിരുനാൾ ദിവസമായിട്ടുള്ള ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വരണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന്ന് ഭഗവാൻ സാധിച്ചു തന്നു. അപ്പോൾ അവിചാരിതമായിട്ടാണ് അശോകൻ ചേട്ടനെ കാണുന്നത്. ചേട്ടൻ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ വരണം, ഭഗവാനെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ നീ പങ്കുവയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് അതിനുള്ള മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല, എനിക്ക് അതിനുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിൽ പറയുന്നവരുടെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ എക്സ്പീരിയൻസും പിന്നെ അവരുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ അത് ശരിയാവോ, അതെത്രത്തോളം ശരിയാവും, അപ്പോൾ നമ്മളെക്കാൾ അർഹതയുള്ള ഒരുപാട് പേര് പുറത്തുള്ളപ്പോൾ നമുക്കുള്ള പറയുന്നത് ശരിയാണോ, ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട്സാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, ഇത് എന്തായാലും വല്യമ്മ, അങ്ങനെയാണ് എൻ്റെ വല്യമ്മ പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ കുഞ്ഞമ്മ ആശക്കുഞ്ഞമ്മ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ശരിക്കും ഇന്ന് ചേട്ടൻ പെട്ടെന്ന് ചോദിച്ചു, പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ എനിക്ക് പേടിയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു, അല്ല ഇന്ന് എന്തായാലും ഇതും ആശ്രമത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഭഗവാന്റെ സന്നിധിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ പറയാതിരുന്നാലോ. അപ്പം വിചാരിച്ചു, ശരി എങ്കിൽ പറയാം.
അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതിലോട്ട് എത്തിച്ചേർന്നത്. ശരിക്കും എനിക്ക് ഭഗവാനെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ മനസ്സിലുള്ള ഓർമ്മയെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മിനിയമ്മ, അതായത് എൻ്റെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയാണെങ്കിലും ഞാൻ മിനിയമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം മിനിയമ്മയാണ് എന്നെ ഏകദേശം ഒരു വർഷം വരെ വളർത്തിയത്. അപ്പം മിനിയമ്മ എന്നെ ഇങ്ങനെ അപ്പോൾ മിനിയമ്മയുടെ ഇത് ഒക്കത്തിരുന്ന് കള്ളിക്കാട് ആശ്രമത്തിൽ പോകുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്വാമി നോക്കിയിട്ട് പറഞ്ഞാൽ ഇതേത് കടുക്. അപ്പോൾ മിനിയമ്മ പറഞ്ഞത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. അപ്പോൾ ഞാൻ വളരെ ചെറുതാണ്, പക്ഷേ എനിക്കത് നല്ല ഓർമ്മയുണ്ട്. അന്നും എന്തോ വാർഷികമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പോയി സദ്യ കഴിച്ചു. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഭഗവാനെ കാണുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്. പിന്നീട് പല തവണ പോവും. അപ്പം അമ്മ പറയും സ്വാമിയാണ്, തൊഴാൻ പറയും, തൊഴുതിട്ട് വരും. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഇത്രയും വലിയൊരു ആളാണെന്നോ ഭഗവാന്റെ മഹത്വം ഇത്രത്തോളം വലുതാണെന്നോ ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ വിവരമോ ഒന്നും ഇല്ലാതെ വളരെ ചെറിയ പ്രായം. അപ്പം നമ്മൾ കാണുന്നു, ഭഗവാനെ തൊഴുന്നു. അപ്പം ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നോർമലി നമ്മൾ കാണുമ്പോൾ പല ആൾക്കാരും, അവരുടെ ഏജ് കൂടിയ ആൾക്കാരും എല്ലാവരും അവർ ഏജ് കൂടുമ്പോൾ അവർ കുറച്ച്, അതായത് നമ്മൾ പറയില്ല, ഒരു ജാടയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഭഗവാനെ ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ആര് തൊഴുതാലും തിരിച്ച് ഭഗവാൻ അതിന് മുന്നേ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ ഭഗവാൻ തന്നെ തൊഴുന്നു. അപ്പോൾ ഞാൻ ചെറുതിലെ വിചാരിച്ചു അത് എന്തൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ഭഗവാൻ തൊഴുന്നത്, പിന്നെ എല്ലാവരെയും ഏജ് കൂടിയവരെയും കുറഞ്ഞവരെയും ആ പിള്ളേ എന്നുള്ള വിളിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിക്കും സ്വാമി എന്ത് സ്നേഹത്തോടു കൂടിയാണ് ഓരോരുത്തരെയും സ്നേഹിക്കുന്നതും എല്ലാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എപ്പോൾ പോയാലും അവിടെ വരുന്നവർക്കുള്ള ആഹാരം, അപ്പോൾ ആ അന്നദാനത്തിൻ്റെ ഒരു മഹത്വം, ഒരാൾക്ക് ശരിക്കും നമുക്ക് ബാക്കിയുള്ള ഒരു കാര്യം കൊണ്ടും നമുക്ക് ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്വത്ത് കൊടുത്താൽ എന്തിനും വേണമെന്ന് പറയും, പക്ഷേ ഫുഡാണെന്നുണ്ടെങ്കിൽ മാത്രമേ മതി എന്ന് പറയുള്ളൂ. അപ്പോൾ അതും ഭഗവാൻ ശരിക്കും നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കാണിച്ചു തന്നത്. കാരണം അന്നദാനം അത് അവിടെ ആശ്രമത്തിൽ വന്ന് ആര് വിശന്ന് പോരുത്. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും കുഞ്ഞിലേക്ക് തന്നെ ഞങ്ങൾ പറയാം സ്വാമിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഓരോ 1-ാം തീയതി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എരിശ്ശേരി ചോറ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയാം ആ ഫുഡ്. പിന്നെ അവിടുത്തെ രണ്ടാമത്തെ കാര്യം കൃത്യനിഷ്ഠ. അപ്പം ആ ഒരു സമയം, ദീപാരാധനയ്ക്ക് ഒരു സമയം ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 7:30 എന്നുണ്ടെങ്കിൽ അവിടെ ദീപാരാധന കള്ളിക്കാട് സമയം ശരിയാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ കൃത്യമായിട്ടുള്ളത്. പിന്നെ നമ്മളൊക്കെ പോകുമ്പോൾ സ്വാമി ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഇവിടെ ആശ്രമത്തിലൊക്കെ വരുമ്പോൾ ചോദിക്കും പിള്ളേ ഇന്ന് കോളേജിൽ പോയോ, അല്ലെങ്കിൽ അവിടെ. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന ഒരു ആൻറ്റി ഇങ്ങനെ വന്നപ്പോൾ ചോദിച്ചു പിള്ളേ ഇന്ന് ഓഫീസിൽ പോയിട്ടാണോ വന്നത്. അപ്പോൾ അവനവൻ്റെ കർമ്മത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഈശ്വരനെ 24 മണിക്കൂർ ഈശ്വരനെ ഭജിച്ചിരിക്കുന്നതിനേക്കാൾ അവനവൻ്റെ കർമ്മം എന്താണോ നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ളത്, ആ കർമ്മം കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതെൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇവിടുന്ന് ഇതെല്ലാം ഇവിടെ ഈ ആശ്രമത്തിലും ഇങ്ങനെ വന്ന് കണ്ടും മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങൾ വളർന്നു വരുമ്പോഴും അതൊരുപാട് നമ്മളത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിലേ നിന്ന് നമ്മൾ അമ്മയുടെ അടുത്ത് പോകുന്നു, അമ്മ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയുള്ളൊരു ഇതായതുകൊണ്ട് ഈ കുഞ്ഞിലുള്ള അനുഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. സ്വാമി കാണുമ്പോൾ എന്തെങ്കിലും പിള്ളേന്ന് വിളിച്ച് തരുന്നു, അത് സന്തോഷത്തോടുകൂടി കൈനീട്ടി വാങ്ങുന്നു. അപ്പോഴന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ്റെ കയ്യിൽ നിന്നാണ് ഈ വാങ്ങുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. പിന്നീട് വലുതായി വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെയൊക്കെ ഒരു കല്യാണ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെയും എനിക്ക് ഒരുപാട് ജാതകം നോക്കുമ്പോഴും ഒന്നും ശരിയാവില്ല. അപ്പം അമ്മ വരും, അമ്മ ഇവിടെ വന്നിരുന്ന് വിഷമിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ സ്വാമി പറയും അത് പിള്ളയുടെ ജാതകത്തിന് കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയും. പക്ഷേ എൻ്റെ കല്യാണം വന്നതും
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം അത് ജോത്സ്യനെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഭഗവാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നടത്തിക്കോ, അല്ലാതെ എനിക്ക് അത് കറക്റ്റായിട്ട് എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയപ്പോൾ നടത്തിക്കോ എന്ന് 3 തവണ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അത് അമ്മ എപ്പോഴും പറയും. അപ്പോൾ നമ്മുടെ ഓരോ കാര്യവും കല്യാണമാണെങ്കിൽ എല്ലാ കാര്യവും അത്ര ഇതായിട്ട്, എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം നമ്മുടെ 2 പേരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അമ്മ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ഒരാൾ ഇരുന്നപ്പോഴത്തേക്കും സ്വാമി പറഞ്ഞു, ഞാൻ 2 കുട്ടികളുടെ കല്യാണം ഞാൻ ഭംഗിയായിട്ട് നടത്തി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ആ കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പല കാര്യങ്ങളും പോയി പറയുന്നു. പക്ഷേ ഇതെല്ലാം സ്വാമി പല കാര്യങ്ങളും അറിയാതെ തന്നെ, നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുകയും നമ്മളിൽ ആ ഒരു ബ്ലെസ്സിങ്സ് എപ്പോഴും ത്രൂ ഔട്ട് ദ ലൈഫ് തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഫസ്റ്റ് മോളുടെ പ്രഗ്നൻസി, അപ്പം ഞാൻ പറയുകയാണ്, അമ്മ എനിക്ക് ഇങ്ങനെ സ്വാമിയെ കാണണം, അപ്പോൾ 5 മാസത്തിന് മുമ്പേ ഇവിടെ വരണം. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു 2-3 മാസമായപ്പോൾ ഞാനിവിടെ വന്ന് സ്വാമി എല്ലാ ദിവസവും വരുമ്പോൾ തൊഴുതു, എന്ത് പിള്ളേന്ന് ചോദിച്ചു. അപ്പോൾ എപ്പോഴും വരുമ്പോഴും എന്ത് പിള്ളേ എന്ത് വന്നേന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല ഒന്നുമില്ല സ്വാമി കാണാൻ വന്നതെന്ന് പറഞ്ഞു. ശരി പോയി കഴിക്കാൻ പറഞ്ഞു. കഴിച്ചു തിരിച്ച്. അപ്പം നമ്മൾ ഇങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. അപ്പം നമ്മൾ തൊഴുത് ഇങ്ങോട്ടിറങ്ങി. അപ്പോൾ തിരിച്ച് അപ്പം ഞങ്ങൾ വന്ന വഴി എന്ന് പറയുമ്പോൾ ഈ വെമ്പായ വഴി, ആ വഴിയാണ് നെടുമങ്ങാടിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നല്ല ഈ കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉള്ള വഴിയായിരുന്നു. അതുപോലെ എനിക്ക് ആ ഫസ്റ്റ് 3-4 മന്ത്സൊക്കെ നല്ല നടുവേദന, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പതിയെയാണ് ഹസ്ബൻഡ് കൊണ്ടുവന്നത്. തിരിച്ച് പോകാൻ പോയപ്പോൾ ഇങ്ങനെ സ്വാമി പറഞ്ഞ് ഇങ്ങനൊരു വഴിയുണ്ട്, അതായത് ഏതാണ് ഒരു നല്ല വേറൊരു വഴി പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനൊരു നല്ലൊരു റോഡുണ്ടെന്നുള്ളത്. ആ വഴി പോയാൽ മതി, തിരിച്ച് പോകുമ്പോൾ പിള്ളേയും കൊണ്ട് ആ വഴി പോയാൽ മതിയെന്ന്. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കൺസീവ് ആയിരുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ഒരു വല്ലാത്തൊരു സ്വപ്നം കാണുകയാണ്. ഞങ്ങൾ കാറിലിങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എന്തോ ഒരു സംഭവം വന്ന്, ഓട്ടോ എന്തോ വന്ന് ഞങ്ങളുടെ കാറിൽ ഇടിക്കാൻ വരുന്നു. അപ്പോൾ സ്വാമി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വന്ന്, അപ്പോൾ നമ്മളെ കാറിൽ നിന്ന് ഇങ്ങനെ സ്വാമി ഇങ്ങനെ നമ്മുടെ കാറ് പോയി ഇടിക്കുന്നത് ആ വണ്ടിക്ക് വരെ സ്വാമിയാണ്. അപ്പോൾ സ്വാമി ഇങ്ങനെ മറിഞ്ഞു പോയി എണീറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടുകയാണ്. അയ്യോ ഭഗവാനെ, സ്വാമി എന്തെങ്കിലും പറ്റിയോ, നമ്മളെ കാറല്ലേ കയറി തട്ടിയതെന്ന് പറഞ്ഞിട്ട് ഓടിയപ്പോൾ സ്വാമി എൻ്റെ അടുത്ത് പറയാണ്, ഇല്ല എനിക്കൊന്നും കുഴപ്പമില്ല, അതാ ഇതിനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വയറിലിങ്ങനെ കാണിച്ചിങ്ങനെ പറയുന്നത് അതൊരു സ്വപ്നമായിട്ട് ഞാൻ കണ്ടു. പക്ഷേ നെക്സ്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ കോസ്മോയിൽ ചെക്കിങ് കഴിച്ച് തിരിഞ്ഞു വന്നപ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവേണ്ടത് എങ്ങനെയെന്നറിയില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരു ഓട്ടോ വന്ന് 3-4 ഇതായിട്ട് ഇങ്ങനെ കറങ്ങി വന്ന് വീണ് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ചേട്ടൻ സഡൻ ബ്രേക്ക് ഇട്ട് അങ്ങനെ ഒരു ആക്സിഡൻറ്റ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇന്നത്തെ കാലമാണ് സയൻറ്റിഫിക്കായിട്ട് അങ്ങനെയൊന്നും എനിക്ക് പറയാനില്ല, ഒരു കാര്യമില്ല. പക്ഷേ എൻ്റെ അനുഭവമാണ്. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട, നമ്മൾക്ക് വരേണ്ട പല ആപത്തുകളെയും അത് നമുക്ക് മാറ്റിത്തരുന്നതും സ്വാമിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അത് ഭയങ്കരപ്പെട്ടൊരു ശക്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്കൂളാണ് ഇപ്പോൾ മോണ്ടിസോറി സ്കൂളാണ് നടത്തുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ കാര്യം, അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യവും വന്ന് സ്വാമിയുടെ അടുത്ത് പറഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയാവോ ഇങ്ങനെയുള്ള ചിന്തകളാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂൾ തുടങ്ങുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ കള്ളിക്കാട് വാർഷികം നടക്കുന്ന സമയമാണ്. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കി ഞാൻ അതിൻ്റെ നോട്ടീസും കൊണ്ട് ആണ് സ്വാമിയുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ സ്വാമി എൻ്റെ അടുത്ത് ചോദിച്ച് എന്ത് പിള്ളേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ ഇങ്ങനെ ഒരു സ്കൂള് തുടങ്ങാൻ പോവുകയാണ്, ഇടപ്പഴിഞ്ഞിയിലാണ്, അല്ല അന്ന് ജഗതിയിലായിരുന്നു, ഇപ്പോഴാണ് ഇടപ്പഴിഞ്ഞിയിൽ സ്കൂള്. അപ്പോൾ സ്വാമി പറഞ്ഞു, പിള്ളേ അത് നോട്ടീസ് ഇങ്ങി താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വാമിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ സ്വാമി കളിയിൽ പറയുമ്പോൾ ചിരിച്ചിട്ട് അപ്പോൾ ഇതും എൻ്റെ തലയിലായില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ ഇങ്ങനെ ചിരിച്ച് തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, 50 പിള്ളേരായോ പിള്ളേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സ്വാമി, ആകെ 3 കുട്ടികളെ ആയിട്ടുള്ളൂ. ഒന്ന് എൻ്റെ മോള്, 2 കുട്ടികൾ, 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ് ശരി, നമുക്ക് നമ്മുടെ ഈ സ്കൂൾ, അപ്പം സ്വാമിയുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് സ്വാമിയുടെ
ഇതുപോലെ സ്വന്തം കാര്യം പോലെ സ്വാമി പറയാണ് നമുക്ക് ആ സ്കൂൾ നല്ലൊരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരേ ഒരു കാര്യം, നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയാൽ അത് നല്ലതായിട്ട് വരും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാനത് ഇന്നും എൻ്റെ മനസ്സിൽ നമുക്ക് കോവിഡ് വന്നു, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഏകദേശം 1 വർഷത്തോളം നമുക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല. കയ്യിൽ നിന്ന് ഒരു 30,000 രൂപയോളം ഞങ്ങൾ കയ്യിൽ നിന്നിട്ട് നടത്തേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നെങ്കിലും എനിക്ക് എപ്പോഴും മനസ്സിൽ ആ ഒരു ചിന്ത, അതായത് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയാൽ അത് നല്ലതായിട്ട് വരും. ഞാൻ ഇന്നും 100% ആത്മാർത്ഥതയോട് കൂടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്നും അത് അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് പോലും വന്നിട്ടില്ല. ഇപ്പോഴും കുഴപ്പമില്ലാത്തൊരു രീതിയിൽ അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിങ് സ്കൂളിൽ വരണമെന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അത് ഞാൻ എന്നും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുള്ളൊരു വഴി ഭഗവാൻ എന്തായാലും എനിക്ക് കാണിച്ചു തരും. കാരണം നമ്മൾ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറയും പോലെ സ്കൂളിൻ്റെ ഓരോ കാര്യത്തിലും ഓരോ ഘട്ടത്തിലും സ്വാമിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ അല്ല, അത് ഭയങ്കരമാണ്. എനിക്കത് മാറ്റി നിർത്താൻ പറ്റില്ല. സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ അടുത്ത് തന്നെ, സ്കൂളിൻ്റെ എന്നല്ല എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ അടുത്ത് തന്നെയാണ്. ഭഗവാൻ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ വന്നൊരു വലിയൊരു പ്രതിസന്ധി ഘട്ടമെന്നും ഏറ്റവും വലിയൊരു വിഷമ ഘട്ടമെന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയുടെ പ്രഗ്നൻസി സമയമാണ്. അത് ഞാനിപ്പം അവളെന്തായാലും ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് പറയും, പക്ഷേ ഞാനത് എൻ്റെ ജീവിതത്തിനെ അത് ഒരുപാട് ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് അനിയത്തി കൺസീവ് ആയിരുന്ന സമയത്ത് ഇത് കുഴപ്പമില്ലാത്ത പോയിക്കൊണ്ടിരുന്ന ഒരു പ്രഗ്നൻസിയാണ്. ഒരു 8 months ഒക്കെ ആയപ്പോഴത്തേക്കും സ്കാനിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു കുട്ടിക്കിങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, യൂറിൻ പോവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അപ്പോൾ കിഡ്നിയിൽ അത് കുറച്ച് ഇഷ്യൂ ആണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് കുട്ടിയെ ചിലപ്പോൾ അത് ബാധിക്കാം, ചിലപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ. അപ്പോൾ ഞാൻ ഈ അനിയത്തി വരുന്നത് തിരിച്ച് നേമത്ത്, ഞാൻ ആ സമയത്ത് ഞങ്ങൾക്ക് വീട് വെച്ചു. അപ്പോൾ ആ സമയത്ത് നേമത്താണ് വരുന്നത്. അപ്പോൾ ഫുള്ള് ആൾ ഭയങ്കര ഡൗൺ ആണ്, അവൾ ഭയങ്കര കരച്ചിലാണ്. ഞങ്ങളെല്ലാവരും കരച്ചിലായി. കാരണം ഡോക്ടേഴ്സ് ഭയങ്കര വെട്ടിത്തുറന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് ഈ കുട്ടി വയറ്റിലിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ്. കാരണം ഇങ്ങനെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ആ കുട്ടിക്കും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി രക്ഷപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ അത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെ എന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഭഗവാനാണെങ്കിലും ആ സമയത്തൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ അത് ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും അവളുടെ ഹസ്ബൻഡും കൂടെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ വന്നു. അപ്പം ഇങ്ങനെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാമി ചോദിച്ച്, സ്വാമി ആദ്യം കുറേ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഈ വഴക്ക് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെയല്ല, നമ്മളെ പ്രാരാബ്ദങ്ങളെയാണ് സ്വാമി വഴക്ക് പറയുന്നത്. അപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകും, അപ്പോൾ നിങ്ങളിങ്ങനെ അങ്ങനെ ചെയ്യും, അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അവനും പറഞ്ഞു, അയ്യോ സ്വാമി നമ്മളെ കൈവിട്ടെന്നാണ് തോന്നുന്നത് സ്വാമി. അപ്പം അപ്പോഴും നമ്മളറിയുന്നില്ല, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മൾ വിചാരിക്കും, അയ്യോ സ്വാമിക്ക് എന്നാണോ സ്വാമിയെ നമ്മൾ ശല്യപ്പെടുത്തിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ആകെ പക്ഷേ നമുക്ക് വേറെ ആരുണ്ട് പറയാൻ ഈ ലോകത്തിൽ? നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ പറയാനുള്ളത് ഭഗവാന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ പറയാൻ. അങ്ങനെ കാരണം ആ കുട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് എത്തിയത്. അങ്ങനെ അവർ പോയി പ്രാർത്ഥിച്ച് അവർ ഒരുപാട് വിഷമിച്ച് അവിടെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും സ്വാമിയെ പ്രാർത്ഥിച്ചു. ഞങ്ങളെ കുടുംബത്തിലുള്ള എൻ്റെ അമ്മാമ്മയാണെങ്കിലും എൻ്റെ കുഞ്ഞമ്മ, വലിയമ്മ എല്ലാവരും പ്രാർത്ഥിച്ചു. അവന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവളെ കിംസിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഡെലിവറി നടന്നു. ആൺകുട്ടിയാണ്, അവൻ്റെ പേര് ദേവർഷ് എന്നാണ്. അപ്പം അവൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ICUവിൽ NICUവിലാണ് കുഞ്ഞിനുള്ളത്. അപ്പോൾ ഇവളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവള് സെപ്പറേറ്റും കുട്ടി സെപ്പറേറ്റുമാണ്. അപ്പോൾ ഇവളിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ അവൾ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ പുറത്തോട്ട്, അതായത് അവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അതുവഴി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ NICUവിലും ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും ആ ഒരു പ്രാർത്ഥനയിലാണ്, ഈ കുഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ആ ഒരു പ്രാർത്ഥനയിലാണ്. അപ്പോൾ അവളിങ്ങനെ നോക്കിയിരുന്നപ്പോൾ
ഭഗവാൻ അവിടെ ഇങ്ങനെ ആ ബാൽക്കണിയിൽ അവിടെ നിൽക്കുന്നത് അവൾ വ്യക്തമായിട്ട് കണ്ടു. ഒരു 10 സെക്കൻഡ് അവൾ വ്യക്തമായിട്ട് ഭഗവാൻ അവിടെ മൊത്തത്തിലിങ്ങനെ ഒരു രീതിയിൽ അവിടെ ഭഗവാൻ നിൽക്കുകയാണ്. നിന്ന് ഇവളെ തന്നെ നോക്കി നിൽക്കുന്നു. ഇവൾ പെട്ടെന്ന് ഇങ്ങനെ കൈയെടുത്ത് തൊഴുതു. പിന്നെ കാണാനില്ല. പിന്നീടാണ് ആ കുട്ടി രക്ഷപ്പെടുകയും ഇപ്പോൾ അതാ 1ാം ക്ലാസ്സിലായി അവൻ മിടുക്കനായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിലെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് അറിഞ്ഞത്, അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലെല്ലാം നമ്മൾ എല്ലാവരും ആ ഒരു വിഷമത്തിലും എല്ലാം ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഭഗവാൻ ആ സമയത്ത് യൂറിനറി ആ ഒരു പ്രശ്നം വരെയും യൂറിൻ പോവാതെ ഭഗവാൻ ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തു. ഒരുപാട് വേദന അനുഭവിച്ചു ആ സമയത്ത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാമി ചെയ്തു തന്ന ഉപകാരങ്ങളെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ ജന്മം കൊണ്ടോ അടുത്ത ജന്മം കൊണ്ടോ ഒരു ജന്മം കൊണ്ട് തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഇത്രയൊക്കെ ചെയ്തു തരാൻ എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പൂപ്പൻ ചെയ്ത പുണ്യം, എൻ്റെ അമ്മാമ്മയാണെങ്കിലും എല്ലാ ദിവസവും, ഇന്നിപ്പോൾ അത് അമ്മാമ്മയ്ക്ക് 84 വയസ്സായിട്ടുണ്ട്. എൻ്റെ അമ്മാമ്മ ഇപ്പോഴും എല്ലാ ദിവസവും ഞങ്ങളെ എപ്പോഴും എല്ലാവരെയും ഫോൺ വിളിക്കും. എന്നാലും അമ്മാമ്മ പറയുന്നതെന്ന് വെച്ചാൽ, മക്കളെ എപ്പോഴും നീ വിചാരിക്കാനുള്ള എന്ത് പ്രശ്നം വന്നാലും നീ വിചാരിക്കേണ്ടത് നമ്മളിലൂടെ നമ്മുടെ സ്വാമിയുണ്ട്, നമുക്കതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല. സ്വാമിയെ മുറുകെ പിടിച്ചോ ഇത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിനെ ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് എൻ്റെ അമ്മയുടെ ആണെങ്കിലും എൻ്റെ അമ്മാമ്മയുടെ ആണെങ്കിലും എൻ്റെ അപ്പൂപ്പൻ്റെ ആണെങ്കിലും ആ ഒരു ഭക്തിയും അവരുടെ ഒരു ഇതും കൊണ്ടാണ് ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും പല പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു വലിയൊരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങൾ വീട് വയ്ക്കുന്ന സമയത്താണെങ്കിലും ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീടിങ്ങനെ വയ്ക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ സ്ഥലം ചോദിച്ചു, എല്ലാം ചോദിച്ചു. എന്നിട്ട് വീട് വെച്ചു. എന്നിട്ട് വീട് നമ്മൾ തുടങ്ങിയ സമയത്ത് കുറേ ദിവസം ഭയങ്കര ഇങ്ങനെ ഭയങ്കര സ്ലോ പേസിലായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചാലും ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അങ്ങനെ ഒരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്താണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് സ്വാമിയെ തൊഴുതിട്ട്, അപ്പം ഞാൻ പറഞ്ഞു ആശ്രമത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. സ്വാമി അപ്പം ചേട്ടൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, പിള്ളേ വീട് പണിയൊക്കെ ഏതുവരെ എത്തിയെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദിച്ചത് തൊട്ട് അതിൻ്റെ അടുത്ത ആഴ്ച ലിൻഡിൽ, പിന്നെ അതിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോൺക്രീറ്റ്, ഭയങ്കര ഫാസ്റ്റായിട്ട് വീട് പണിയെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ അടുത്ത് എന്നെ പോയി പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് പൈസ തന്നു. ആ പൈസ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ആ പൈസ പണപ്പെട്ടിയിൽ വെച്ചിട്ടാണ് കയറിയത്. എനിക്ക് കല്യാണ സമയത്ത് ഭഗവാൻ ഞാൻ എന്നിട്ട് എനിക്ക് എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ കല്യാണം വിളിക്കാൻ വരെയാണ്. അപ്പം ഞാനും അമ്മയും കൂടെ വന്നു. ഞാൻ അപ്പോൾ വേറെ ആരുമില്ല, സ്വാമിയുണ്ട്, വേറെ അടുത്തൊരു കുറച്ച് വയസ്സായിട്ടുള്ളൊരു ആളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ആ പിള്ളേ നല്ലതായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയാണ്, സ്വാമി വരുമോ കല്യാണത്തിന്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ചോദിക്കാനൊന്നും പാടില്ല. പിന്നെ എൻ്റെ അപ്പോഴത്തെ എനിക്ക് അതിൻ്റെ ഒരു ഇതില്ല. അപ്പം ഞാൻ ചോദിക്കണം സ്വാമി വരുമോ? അപ്പോൾ സ്വാമി എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നോക്ക് സാറേ പറയണേ, കല്യാണത്തിന് വരുമോ എന്നാണ് ഈ പിള്ളേർ എൻ്റെ അടുത്ത് ചോദിക്കണേന്ന് പറഞ്ഞു. പക്ഷേ നമ്മളവിടെ സ്വാമി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അത്രയും ഐശ്വര്യമായിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയും ഭയങ്കര ഒരു ഐശ്വര്യമായിട്ട് ആണ് ആ ഒരു ഫങ്ഷനൊക്കെ നടത്തി തന്നത്. അതെല്ലാം ഭഗവാൻ തന്നെയാണ്. പിന്നെ ഉള്ളത് അപ്പോൾ ഈ വീടിൻ്റെ കാര്യമാണ്. ഈ വീടിൻ്റെതും ഇതുപോലെ തന്നെ എല്ലാം പറഞ്ഞു വീടെല്ലാം വച്ചു. പക്ഷേ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. ഇന്നലെ വീടിൻ്റെ രജിസ്ട്രേഷനായിരുന്നു, വീട് കൊടുത്തു. കാരണം അതിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസാണ് ഹസ്ബൻഡിൻ്റെ ഇതുമായിട്ട്. ഇപ്പോൾ ഇങ്ങനൊരു ഇതായതുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷേ ഞങ്ങളിൽ ആ വീട് ഒരു 2.5 വർഷം മുമ്പേ ഞങ്ങളത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വീട്ടുകാർ അവരുടെ അത് നമ്മുടെ റിലേഷനാണ്. പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം അത് കാരണം ഞങ്ങളത് വിൽക്കണം അവിടെ നിന്ന് മാറണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. പക്ഷേ അത് 2.5 വർഷം ഞങ്ങളതിന് വേണ്ടിയിട്ട് ഇനി ജ്യോത്സ്യം നോക്കി പല കാര്യങ്ങളും ചെയ്തു. അപ്പം പല കാര്യങ്ങളൊക്കെ ചെയ്തു. സ്വാമിയും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ വരും, പ്രാർത്ഥിക്കും.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോന് ഇപ്പോൾ 3 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവനെ വച്ചിട്ടാണ് ഓരോ ആൾക്കാർ വരുമ്പോഴും ഏകദേശം 100-ൽ കൂടുതൽ ആൾക്കാർ വന്നു വീട് കാണാൻ. എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടും, പക്ഷേ നല്ല വീടാണ്. അപ്പം എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടും, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ അവർക്ക് തന്നെ അറിയില്ല, എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, അത് ശരിയാവാതെ പോകും. ശരിക്കും ഇതിപ്പം 3ാമത്തെ അഡ്വാൻസ് തന്ന ആളാണ് ഈ വീട് വാങ്ങിയിട്ടുള്ളത്. ഇതിന് മുമ്പ് 2 പേര് അഡ്വാൻസ് തന്നു. അപ്പോൾ ഫസ്റ്റ് വന്ന ആൾ 2 ലക്ഷം രൂപ കൊണ്ടുവന്ന് കയ്യിൽ തന്നു. ഞാൻ അപ്പം തന്നെ ഭഗവാന്റെ അടുത്ത് ഓടി. അന്നത്തെ ദിവസം എൻ്റെ കയ്യിലെ പൈസ കിട്ടിയ ദിവസം ഞാൻ ഇവിടെ വന്ന് 1001 രൂപ അന്നദാനത്തിന് കൊടുത്ത് ഭഗവാനെ കണ്ട് തൊഴുതു. അപ്പോൾ ഞാൻ സമാധിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി അത് പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ഫുഡ് കൊടുക്കുന്ന ചേട്ടൻ പറഞ്ഞ് ഇത് ഭഗവാന് ഭഗവാന്റെ പാത്രത്തിൽ അവിടെ ചോറ് വയ്ക്കുമല്ലോ, അപ്പോൾ ആ ചോറാണ്, അത് പ്രസാദമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അതിൽ നിന്നാണ് എടുത്ത് തന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാൻ എന്തായാലും അനുഗ്രഹിച്ചു. ഇന്ന് വീടിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നീടാണ് ഇയാൾ പെട്ടെന്ന് ഭയങ്കര ഡ്രമാറ്റിക്കലി ഇയാൾ മാറുന്നത് ഈ ഒരു ഇതിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭഗവാൻ ഇത് എന്തോന്ന് പരീക്ഷണമാണ്, ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വരെയും നമ്മൾ കുറേ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ വരുന്നു. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിനെ വെച്ച് നമ്മളിത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിടണം, ക്ലീനാക്കി ഇടണം. അതൊരു വലിയ, അതിപ്പോൾ എനിക്ക് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുന്നതിലും നമ്മൾ അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റുള്ള അവരും ശ്രമിക്കുന്നുണ്ട് നമ്മളെ വീട് കൊടുക്കാതിരിക്കുക. അപ്പോൾ അവരുടെ എല്ലാം മുമ്പിൽ ഇങ്ങനെ ആ ഒരു വലിയൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ സ്വാമി നമ്മളെ പ്രാർത്ഥന കേൾക്കണല്ലേ, ഭഗവാൻ എന്താണെന്ന് പ്രാർത്ഥന കേൾക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും, തൊഴാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഞാൻ സമാധിയിൽ പോയിരിക്കും. ഞാൻ ഇരുന്ന് എനിക്കറിയാതെ ഞാൻ വിചാരിക്കും കരയരുത് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അറിയാതെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇങ്ങനെ അവിടെ നിന്ന് പോയാലേ ശരിയാവുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാം. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രമാണ് വീട് കൊടുത്തത്, ഇല്ലെങ്കിൽ ഒരിക്കലും കൊടുക്കില്ലായിരുന്നു. ഞങ്ങൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വെച്ച വീടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഭഗവാന്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് വിഷമിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റ് വീശും അവിടെ നിന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഭഗവാന്റെ ആ ഒരു സ്നേഹമാണ് ആ കാറ്റായിട്ട് വീശിയതെന്ന് വിചാരിക്കും. അങ്ങനെ ഞാനിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളങ്ങനെ ഒരു ഇതെന്ന് പറയുന്നത്, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഈ കേൾക്കുന്നവർ എല്ലാവരും ചോദിക്കും. അപ്പോൾ ബാക്കി എൻ്റെ കുഞ്ഞമ്മയാണെങ്കിലും വലിയമ്മയാണെങ്കിലും ഒരുപാട് പേര്, എൻ്റെ അച്ഛനാണെങ്കിലും എല്ലാവരും ഒരുപാട് പേരെടുത്ത് പറഞ്ഞു. ഞങ്ങൾ OLXിലിട്ട് പരിചയമുള്ളവരടുത്ത് എല്ലാം പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വീട് സൂപ്പർ വീടാണ്, എന്തിനാണ് ഇവർ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചിട്ട് ഇവർ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമല്ലേ. പക്ഷേ നമുക്ക് സമാധാനമാണല്ലോ വലുത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. അപ്പം പക്ഷേ ഈ വീട് കൊടുക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു കീറാമുട്ടി പോലൊരു വലിയൊരു സംഭവമായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ഇതെങ്ങനെ എന്ത് സംഭവിക്കും, ഈ തൊട്ട് മുമ്പിലുള്ള ആൾക്കാർ അറിയാതെ എങ്ങനെ ഇത് ചെയ്യും, അല്ലെങ്കിൽ തന്നെ ഇത് ആര് വരും, ഇത് എത്രയും പെട്ടെന്ന് നടക്കുമോ, ഇങ്ങനെ ഒരു ഇതുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കള്ളിക്കാട് ഈ കഴിഞ്ഞ മാസം കള്ളിക്കാട് വാർഷികം. അപ്പം ആ വാർഷികം തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണോ എന്ന് തോന്നുന്നു. തിങ്കളാഴ്ച ദിവസം അവർ വന്നു, ഒരു പാർട്ടി പെട്ടെന്ന് ഒരാൾ വന്നു. അവർ വന്നു, നമ്മളെ വീട് കണ്ടു, അവർക്കത് ഇഷ്ടപ്പെട്ടു. ബുധനാഴ്ച ഭഗവാന്റെ അവിടെ വാർഷികം തീരുന്നതിൻ്റെ അന്ന് 10,000 രൂപ ടോക്കൺ അഡ്വാൻസ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ നമുക്കൊരു സമാധാനം സന്തോഷമെന്ന് വെച്ചാൽ എന്നായിരുന്നാലും ഒരു ഭഗവാന്റെ വാർഷികമായിട്ട് തന്നെ കള്ളിക്കാട് വാർഷികമായിട്ട് തന്നെ ആൾ വരെയാണ്, തുടക്കത്തിൽ വരുന്നു, തീരുന്നതിൻ്റെ അന്ന് ടോക്കൺ അഡ്വാൻസ് തരണം. അപ്പോൾ ഇത് ഭഗവാനായിട്ട് നേരെ നടത്തുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് മനസ്സിലൊരു പ്രതീക്ഷ വന്നു. പക്ഷെ അതുപോലെ തന്നെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവർ വേറെ ഒരു ഇതും ചെയ്യാതെ അവർ പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു 20 ലക്ഷം രൂപ നമുക്ക് അഡ്വാൻസ് തരികയാണ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കുന്ന അടുത്ത് ഞങ്ങൾ വീട് ഒന്ന് നോക്കി അവിടെ പോകുന്നത് ഇതൊരു ബുധനാഴ്ചയാണ് ഭഗവാന്റെ വാർഷികം അവിടെ തീരുന്ന ഒരു ബുധനാഴ്ച. ഞങ്ങൾ അടുത്തൊരു വീട്ടിലോട്ട് ടോക്കൺ കൊടുക്കുന്നത് ഒരു ബുധനാഴ്ച. ഇന്ന് ഭഗവാന്റെ തിരുനാളാണ്. ഭഗവാന്റെ ഈ ഒരു ദിവസത്തിന് മുമ്പ് ഇന്നലെ രജിസ്ട്രേഷനും കഴിഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വാർഷികം തൊട്ട് തുടങ്ങി ഇവിടുത്തെ ഭഗവാന്റെ ജന്മനാളിനുള്ളിൽ
എല്ലാ കാര്യങ്ങളും ആ ഒരു മാസത്തിനുള്ളിൽ നടന്നു കഴിഞ്ഞ് ഇതിൽ പരം ഭഗവാനാണിത് ചെയ്തു തരുന്നതെന്നുള്ളത് മനസ്സിലാക്കി തരാൻ ഇനി വേറെ ഒരു കാര്യവുമില്ല. കാരണം അത്രയും അത് ഒരു പ്രത്യക്ഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ഭഗവാന്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഞാൻ ഇവിടെ വന്ന് സമാധിയിൽ ഇവിടെ ഇരുന്ന് വിഷമിക്കുകയാണ്. എന്നാലും സ്വാമി ഇത് വീട് അത് ശരിയാവില്ല, നമുക്ക് അവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പാടാണ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിഷമിക്കുകയാണ്. ഇന്ന് ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷിച്ചിരുന്ന് ആ വീട് കൊടുത്തതിൻ്റെ സന്തോഷം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഭഗവാന്റെ എന്നെ കുറിച്ചിട്ടുള്ള അനുഭവം സാക്ഷ്യം എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇരുന്ന് പറയേണ്ടി വരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഭഗവാന്റെ ഒരു എന്താ പറയുക, ഒരു ഇത് കളി എന്നൊക്കെ പറയുന്ന ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സ്വാമി ആരാണെന്നുള്ളത് മനസ്സിലാക്കാം. ശരിക്കും ആ ഒരു ഇപ്പം നമ്മൾ പോയ വീടാണെന്നുണ്ടെങ്കിലും അതും നമ്മുടെ വീടിനേക്കാളും നല്ലൊരു വീട്ടിലോട്ടാണ് ഇപ്പോൾ പോയേക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അതും ഈ ഓരോ ദിവസവും ആ ഓരോ കാര്യങ്ങൾ നടന്ന ഓരോ ദിവസവും ഭഗവാനുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വാർഷികാഘോഷം തുടങ്ങിയ ഈ ഒരു സമയത്ത് തന്നെയാണ് അവിടെ നമ്മുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇന്നലെ തന്നെ രജിസ്ട്രേഷനും കഴിഞ്ഞ് ഇന്ന് മകത്തിന് ഞാൻ സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കും നമ്മുടെ കൂടെ ഭഗവാന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ എനിക്കറിയില്ല എങ്ങനെ അതിൻ്റെ നന്ദി പറയണമെന്ന്. ഇനിയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനും ഇതുപോലെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. അതുപോലെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യം അതുപോലെയാണ്. അവനെ കൺസീവ് ആയിരുന്ന സമയത്തും ഒരു അനുഭവം. അതായത് ഞാൻ ആ സമയത്തൊക്കെ ഇവിടെ ഭഗവാന് സുഖമില്ല, കോവിഡായിട്ടുള്ള സമയത്താണ് അവനെ കൺസീവ് ആയത്. അപ്പോൾ എനിക്ക് സ്വാമിയെ കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഒന്നും വരാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ഞാൻ സ്വപ്നം കാണുകയാണ്, ഒരു ഗുരുവായൂർ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ ഒരു അമ്പലം, വലിയൊരു അമ്പലം, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഭഗവാനും കുറേ ഇങ്ങനെ ആൾക്കാർ ഇവിടെ ആശ്രമത്തിലൊക്കെ നിൽക്കുന്നവരെ പോലെ ഉള്ള കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ക്യൂ നിന്ന് ഇങ്ങനെ ഭഗവാനെ തൊഴുന്നു. ഞാനും ആ ക്യൂവിലുണ്ട്. അപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ വയറൊക്കെ ഇത്ര ഉണ്ട്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അതേ ഇതിലാണ് ഞാൻ നിന്നിങ്ങനെ തൊഴുന്നു. അപ്പോൾ ഭഗവാൻ എന്നെ നോക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എന്നെ സ്വാമി കണ്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ആ സ്വപ്നത്തിൽ പറയണം എന്നെ സ്വാമി കണ്ടില്ല. അപ്പോൾ എൻ്റെ വിഷമം അതാണ്, കണ്ടില്ല എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഞാനത് ഈ സ്വപ്നം ഇങ്ങനെ കണ്ടിട്ട് ആ സ്വപ്നത്തിൽ തന്നെ ഇങ്ങനെ പറയുകയാണ്. എൻ്റെ അമ്മാമ്മ എൻ്റെ അടുത്തൊന്ന് പറയാണ്, മക്കളെ സ്വാമി കണ്ടു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ഈ സ്വപ്നങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പല സ്വപ്നങ്ങളിൽ ഭഗവാൻ എന്നെ നേരിട്ട് നമുക്ക് വന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതുപോലുള്ള ഒരു കാണുന്ന അതേ ഇതിലാണ്. ആ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കും, അതൊരു വെളുപ്പകാലത്തുള്ള ഒരു സമയമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മളിപ്പോൾ മനസ്സിലൊന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തി തരും നമ്മുടെ ഈശ്വരൻ. പക്ഷേ നമ്മൾ ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നല്ല മനസ്സുകൊണ്ട് കൂടി ആഗ്രഹിക്കണം, അത്രയേ ഉള്ളൂ. വേറൊരാൾക്ക് ദ്രോഹം ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാൾ നശിച്ചു പോകാനോ ഒന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള നമ്മുടെ സത്യസന്ധമായിട്ടുള്ള പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് നമ്മുടെ കൂടെ ഭഗവാൻ നിന്ന് ചെയ്തു തരും. എന്നിട്ട് ഇവൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്, എൻ്റെ വീട്ടിൽ ഭഗവാൻ ഇങ്ങനെ നേമത്താണ്, വീട്ടിൽ വരികയാണ്, വന്നിട്ട് ഇങ്ങനെ നമ്മുടെ കന്നിമൂലയുടെ സൈഡിൽ നിന്ന് എന്തോ ഇങ്ങനെ പൂജിച്ചിടുന്നതായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ടോയ്ലറ്റിൽ ഇങ്ങനെ മറിഞ്ഞ് വീഴേണ്ടതാണ്. എന്നെ ഇങ്ങനെ ആരോ പിടിച്ച് തള്ളിയതുപോലെ. പക്ഷേ ഞാൻ ഇങ്ങനെ സ്ലിപ്പായി ഇങ്ങനെ പിടിച്ച് നിന്നു ടോയ്ലറ്റിൽ. അപ്പം ഇങ്ങനെയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഞാൻ മുമ്പ് മോളുടെ അതിന് ഇതുപോലൊരു മുമ്പ് ഞാൻ പറഞ്ഞതുപോലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സ്വപ്നത്തിലാണെങ്കിൽ ഇതെല്ലാം ശരിക്കും യാഥാർത്ഥ്യമാണ്. ഭഗവാൻ അവിടെ വരുന്നുണ്ടായിരിക്കും, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനൊരിത് വന്നിട്ടും
ഒരു പ്രശ്നം വന്നിട്ടും അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളാണ് എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടെ വന്നിരിക്കുമ്പോൾ സ്വാമി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ അന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാമി പറയുന്നതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പല കാര്യങ്ങൾ പലതും ഉദ്ദേശിച്ചിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്, അതൊന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ വരുമ്പോൾ ഹസ്ബൻഡ് പതിയെ കഴിക്കുള്ളൂ. ഞാൻ ഭയങ്കര സ്പീഡിൽ കഴിച്ചിട്ട് വരുന്നതെന്ന് വെച്ചാൽ തിരിച്ച് കറങ്ങി വരുമ്പോൾ സ്വാമിയുടെ അവിടെ വീണ്ടും കുറച്ചും കൂടെ സ്വാമിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഇപ്പോൾ സ്വാമി പറയുന്നതൊക്കെ കേൾക്കാമല്ലോ എന്നുള്ള ഒരു ഇതിൽ ഓടി വരും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ കള്ളിക്കാട് വാർഷികം നടക്കുന്ന സമയത്ത് ഇതുപോലെ അവിടെ പോയി പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് ഓടി വന്നപ്പോഴത്തേക്കും സ്വാമി ചോദിച്ചു, എത്ര ദോശ കഴിച്ചു പിള്ളേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2. ഈ 2 കഴിക്കുന്നത്, ഒരു 5 കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. എന്ത് ഓടി കൂടെ വന്ന ആളെവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ഇന്ന് കഴിക്കുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ വിചാരിച്ച് സ്വാമിയുടെ അടുത്ത് കുറച്ച് നേരം നിൽക്കാമല്ലോ, അത് കൂടുതൽ നിൽക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ വരിയായിട്ട് കുറേ ആൾക്കാരിങ്ങനെ സ്വാമിയെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഏതോ അമ്പലത്തിൽ നിന്നോ എന്തിനോ വേണ്ടിയിട്ട് പറയാൻ വന്നതാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു, എന്തായാലും നിന്നോ, ഇത് കുഴപ്പമില്ല, സാറിൻ്റെ കൊച്ചു എൻ്റെ അടുത്തൊന്നും അങ്ങനെ ആർക്കും നിൽക്കാനൊന്നും പറ്റൂല പിള്ളേ, എൻ്റെ അടുത്ത് സാറിൻ്റെ കൊച്ചുമോളായതുകൊണ്ട് പിന്നെ കുറച്ച് നേരം നിന്നോന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ പിള്ളയില്ലേ, ഈ പിള്ളേരുടെ മനസ്സെന്ന് പറയുന്നത് കമന്ന് കിടക്കുന്ന പിള്ളേരുടെ മനസ്സാണെന്ന് എന്നും പറഞ്ഞിട്ട് വന്ന ആളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതിൽ പരം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു അത്ഭുതം. കാരണം നമുക്ക് പിന്നെ ഇതിൽ പരം വലിയൊരു കോംപ്ലിമെൻറ്റ് നമുക്ക് വേറൊരിടത്തിൽ നിന്ന് കിട്ടണ്ടേ. ഏറ്റവും വലിയ ആൾ എന്നെ പറഞ്ഞല്ലോ, അത് ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മുടെ സ്വാമി തന്നെ പറഞ്ഞല്ലോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് ഞാൻ ആ പ്രശ്നമൊന്നും പറയുന്നില്ല. ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഭയങ്കര കൂടിയാണ് ചോദിക്കുന്നത്, എന്ത് പിള്ളേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഞാൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ വെച്ച് എന്ത് പിള്ളേന്ന് ചോദിച്ചു. പിന്നെ ഭയങ്കര ഈ സ്നേഹത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ പിള്ളേന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്നുമില്ല സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിള്ള വിഷമിക്കണ്ട, അത് അങ്ങനെയാണ്, പൈസയ്ക്കും പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരുത്തൻ കൊന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കള്ളിക്കാടുള്ള ഏതോ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പം അത് ആ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞപ്പോൾ എൻ്റെ ഇൻസിഡൻറ്റ് ഏകദേശം ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയുകയും അത് നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും, സ്വാമി നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ, ആ കാര്യം എന്ത് നമുക്ക് അതെന്ത് നമുക്ക് കിട്ടിയില്ല, അപ്പോൾ അതെന്ത് ഇങ്ങനെ, നമുക്കത് നല്ലതായിരുന്നില്ലേ. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ ശരിയായിട്ടുള്ള കാര്യം അത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നമ്മളെക്കാൾ അറിയാൻ പറ്റുന്നത് ഭഗവാനാണ്. ആ ഒരു കാര്യത്തിലോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും ആ ഒരു കാര്യത്തിലോട്ട് നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരിതും ഭഗവാനുണ്ട്. ആ ഒരു ഇതിലോട്ട് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. അതാണ് നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാടൊന്നും അല്ലെങ്കിൽ എനിക്ക് ഈ സന്യാസിമാരുടെ ഇങ്ങനെയുള്ള ബുക്സൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ശാരദാ ദേവിയുടെയും പിന്നെ വേറൊരു ആളുടെയും, പുള്ളിയുടെ പേരൊന്നും ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, ഒക്കെ ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പല സന്യാസിമാരുടെ അനുഭവങ്ങളും ഇത് കൈലാസത്തിലൊക്കെ തപസ് ചെയ്യുന്ന സന്യാസിമാരുടേതും എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് ഓരോരുത്തർ പോകുമ്പോൾ അനുഭവങ്ങളും എല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മളെ സ്വാമിയെ പോലെ ഇത്രയും ഒരു തരത്തിലുള്ള ഇത്രയും അറിവും ഇത്രയും ഈശ്വര തുല്യനായിട്ടുള്ള ഒരാളായിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു ആഡംബരവും ഒരു തരത്തിലുള്ള ഒരു എന്തോന്നാണ് പറയുന്നത്, ഒരു ഭാവമോ ഒന്നുമില്ലാതെ അത് നമ്മളെ കാണിച്ചു തരുന്നതാണ്. നമ്മൾ എത്ര ഉയരത്തിൽ നിന്നാലും നമ്മൾ അത്രയും താഴ്ന്ന് നിൽക്കണമെന്നുള്ളത് സാധാരണ ഒരു മനുഷ്യരാണെന്നുണ്ടെങ്കിൽ കുറച്ചെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് മതി, ഞാൻ വലിയ സംഭവമാണ്, ആളാണെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഒരു ഇത് തന്നെ നമ്മൾ കണ്ടു പഠിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ അച്ഛനും അമ്മയും ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഭഗവാന്റെ അവിടെ കയറി വരുമ്പോൾ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും സമാധി ആണ് വച്ചിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം,
ഭഗവാൻ അച്ഛനെ അമ്മയെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നുള്ളത് അതും ഇനിയുള്ള തലമുറയ്ക്കും നമുക്കും എല്ലാവർക്കും ഒരു പാഠമാണ്. എങ്ങനെയാണ് അച്ഛനും അമ്മയും ബഹുമാനിക്കേണ്ടതെന്ന് അതും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കേട്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയും സ്വാമി പറഞ്ഞിട്ടുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. സ്വാമി ഒരു പ്രാവശ്യം മരുത്തുവ മലയിൽ എന്തോ പോയപ്പോൾ ഏതോ ഒരാൾ വന്നിട്ട് സ്വാമി ഇങ്ങനെ തടഞ്ഞു. ഞാൻ ഇരിക്കുമ്പോൾ സ്വാമി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ തടഞ്ഞപ്പോൾ സ്വാമി ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ അവൻ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞ് സ്വാമി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതായത് ചില കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ട ചില കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. അതും ഭഗവാന്റെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല 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 അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി തന്നതും പഠിപ്പിച്ച് തന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭഗവാനെ കുറിച്ച് ഞാൻ ഇനിയും ഇവിടെ വരും. കാരണം എനിക്ക് ഈ പറയുന്നത് പോലെ സ്വന്തമായിട്ടുള്ളൊരു സ്കൂള് ഇങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം സാധിക്കാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്നും അതുപോലെ തന്നെ ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കുട്ടികൾക്കും അതുപോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും കുടുംബത്തിനും എല്ലാവർക്കും നമ്മുടെ എല്ലാ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം തുടർന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്വാമി രക്ഷിക്കുന്ന എത്രയാണ്. ഇപ്പോൾ ദേവിക ഇത്രയും സമയം ഒക്കെ ശരിക്കും പറഞ്ഞു, ഞാൻ മുതിർന്ന ആളല്ല, എനിക്ക് ഒരുപാടൊന്നും പറയാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾ വളരെ വാതോരാതെ ഭഗവാനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടും അറിഞ്ഞ അറിവുകളും അനുഭവങ്ങളും ഒക്കെ ഭക്തർക്ക് വേണ്ടി പങ്കുവച്ചു. ഇപ്പോൾ ദേവികയെ ചാനലിൽ ഈ തിരക്കിൻ്റെ കൊച്ചു കുട്ടിയായിട്ടാണ് വന്നത്. കുഞ്ഞിനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഭഗവാന്റെ കാര്യം പറയണം എന്ന് കേട്ട മാത്രയിൽ വന്ന് ചാനലിൽ ഇത്രയും സമയം ചെലവഴിച്ചത്. അപ്പോൾ മോക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.